ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ തൃശൂരിൽ വീണ്ടും മത്സരത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. പരമ്പരാഗതമായി മുസ്ലിം ലീഗ് ഭരിക്കുന്ന ഗുരുവായൂരിൽ നിന്നും നിയമസഭയിലേക്ക് ജനവിധി തേടാനാണ് നിലവിലെ ആലോചന. ഗുരുവായൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണമെന്നൊരു ആവശ്യം KPCC അറിയിച്ചതായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അതേസമയം ഗുരുവായൂർ സീറ്റ് വിട്ടുകൊടുക്കാനാവില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട്. റിപ്പോർട്ടിലേക്ക്. 2006 തെരഞ്ഞെടുപ്പ് മുതൽ LDF തുടർച്ചയായി വിജയിക്കുന്ന ഗുരുവായൂരിൽ ഇത്തവണ പോരാട്ടം മുറുകുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. 2 പതിറ്റാണ്ടായി കൈവിട്ട മണ്ഡലം കെ മുരളീധരനെ രംഗത്തിറക്കി തിരികെ പിടിക്കാനുള്ള ആലോചനകളാണ് കോൺഗ്രസിനുള്ളിൽ പുരോഗമിക്കുന്നത്. ജില്ലാ നേതൃത്വം ഇക്കാര്യം ഔദ്യോഗികമായി KPCCയെ അറിയിച്ചതായും ഗുരുവായൂരിൽ കൈപ്പത്തി അടയാളത്തിൽ സ്ഥാനാർത്ഥി വേണമെന്നത് കാലങ്ങളായുള്ള പ്രവർത്തകരുടെ ആവശ്യമാണെന്നും DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കൈ ചിഹ്നത്തിൽ ഒരാൾ വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതിലിപ്പോൾ ആര് വന്നാലും ഞങ്ങൾക്ക് സന്തോഷമാണ്. കെ മുരളീധരനെ പോലെയുള്ള ഒരാൾ വന്നാൽ ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം. വൈകാരികമായി തൃശ്ശൂരുമായി ബന്ധമുള്ളതാണ്. പക്ഷേ ഞങ്ങളിതിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടത് അതൊരു പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ഇതിൻ്റെ പേരിൽ ലീഗുമായി തെറ്റാനോ അല്ലെങ്കിൽ ശണ്ടയ്ക്കൊന്നും ഞങ്ങൾ ജില്ലാ നേതൃത്വം ഇവിടെ അത്തരത്തിൽ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നാൽ ഗുരുവായൂർ ഏറ്റെടുത്ത് പകരം പട്ടാമ്പി സീറ്റ് നൽകാനുള്ള ആലോചനകളെ തുടക്കത്തിൽ തന്നെ തള്ളുകയാണ് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം. പരമ്പരാഗതമായി ലീഗ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഇത്തവണയും മാറ്റമുണ്ടാകില്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും ജില്ലാ പ്രസിഡന്റ് CA റഷീദ്. 100% UDFിൻ്റെ ഭാഗമായി ഗുരുവായൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും. കെ മുരളീധരനോട് വ്യക്തിപരമായ ഇഷ്ടവും സ്നേഹവും ഒക്കെയുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന UDFിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റാണ് ഗുരുവായൂർ. യാതൊരു കാരണവശാലും അത്തരം ചർച്ചകൾ സംസ്ഥാന തലത്തിലോ ജില്ലാ തലത്തിലോ നടന്നിട്ടില്ല. അത്തരം ചർച്ചയ്ക്ക് തന്നെ യാതൊരു സാധ്യതയില്ല. അടഞ്ഞ അധ്യായമാണ്. ഗുരുവായൂരിൽ മത്സരിക്കുമെന്ന വാർത്ത നിഷേധിച്ച മുരളീധരൻ തിരുവനന്തപുരത്താണ് സജീവമെന്ന് ആവർത്തിച്ചു. ഞാൻ തിരുവനന്തപുരത്ത് തന്നെ സജീവമായിട്ടുണ്ട്. അത് പാർട്ടി തീരുമാനിക്കുക. എനിക്ക് വ്യക്തിപരമായി മത്സരിക്കാൻ താല്പര്യമില്ല. പിന്നെ പാർട്ടി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. മത്സരിക്കണോ അതോ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണോ ഏത് പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് തൃശൂരിൽ കോൺഗ്രസും കെ മുരളീധരനും നേരിട്ടതെങ്കിലും ഗുരുവായൂർ മണ്ഡലത്തിൽ 7406 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മുന്നണിക്ക് ലഭിച്ചത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് 66,735 വോട്ടും UDFന് 65,454 വോട്ടുമാണ് മണ്ഡലത്തിൽ നിന്നും ലഭിച്ചത്. 1281 വോട്ടിന്റെ ഈ ഭൂരിപക്ഷം മറികടക്കാൻ കെ മുരളീധരനെ പോലെ ഒരു സ്ഥാനാർത്ഥിക്ക് വളരെ എളുപ്പത്തിലാകുമെന്നാണ് DCCയുടെ വിലയിരുത്തൽ. 2 പതിറ്റാണ്ടിലേറെയായി കൈവിട്ട മണ്ഡലം തിരികെ പിടിക്കുകയാണ് UDFന് പ്രധാനം. ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്നും മണ്ഡലത്തിൽ വീണ്ടും വിജയക്കൊടി പാറിക്കാനാകുമെന്നും മുന്നണി നേതൃത്വം കണക്കുകൂട്ടുന്നു. ലെവിൻ K. വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.